ഇസ്രായേലിനെതിരെ ഇറാൻ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മീഡിയയിൽ ഉടനീളം കഴിഞ്ഞ ഒരു 5-10 ദിവസമായിട്ട് നടക്കുന്നത്. ഇന്നത്തെ പ്രധാനമായിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ ഭാഗത്തും അങ്ങനെ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നു. അൽ ജസീറയും റോയിട്ടേഴ്സും BBC-യും ABC അടക്കമുള്ള പരമാവധി ചാനലുകളൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ചില മുന്നറിയിപ്പുകൾ നൽകുന്നു. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടത്തുന്നു. അത് കഴിഞ്ഞ മാസം നടത്തിയിരിക്കുന്ന അക്രമത്തോടനുബന്ധിച്ച്, അതായത് ഇറാൻ ആക്രമിച്ചു ജൂൺ 13-ാം തീയതി മുതൽ 25-ാം തീയതി വരെ നീണ്ടുനിന്ന 12 ദിവസത്തെ യുദ്ധത്തോടനുബന്ധിച്ച് വെറുതെ ഇരിക്കിയാൽ യുദ്ധവിരാമം ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്നാണ്. അത് കരാർ വ്യവസ്ഥ പ്രകാരമൊന്നുമല്ല, വെടിനിർത്തൽ ഉണ്ടാവുന്നു, അത്രേ ഉള്ളൂ. അത് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. കാരണം അമേരിക്കക്ക് അടി കിട്ടിയിട്ടുണ്ട്, ഇസ്രായേലിന് മാരകമായിട്ട് അടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇസ്രായേൽ ഇല്ലാത്തൊരു സ്ഥിതി വരും. അതുകൊണ്ട് യുദ്ധവിരാമം അല്ലാതെ വേറെ പോംവൈകളൊന്നുമില്ല എന്നുള്ളിടത്തെ കാര്യം എത്തുന്നുണ്ട്, അമേരിക്ക എത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തുന്നു. ആ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് കഴിഞ്ഞിട്ട് തീരുമാന കാര്യങ്ങളാവുന്നു. ഇറാൻ അതിന് പറയുന്നത് കരാർ വ്യവസ്ഥകളൊന്നുമില്ല, ഞങ്ങൾ കരാർ ലംഘിക്കുന്നവരാൽ കരാർ വ്യവസ്ഥ ഉണ്ടായിട്ടില്ല, യുദ്ധം നിർത്തിയിട്ടുണ്ട്, ഞങ്ങൾ യുദ്ധമുഖത്താണ് ഇപ്പോൾ ഉള്ളത്, ഞങ്ങളുടെ സൈനികരെ കൊന്നിട്ടുണ്ട്, ഞങ്ങളുടെ സൈനിക മേധാവികളെ കൊന്നിട്ടുണ്ട്, ശാസ്ത്രജ്ഞരെ കൊന്നിട്ടുണ്ട്, ഞങ്ങളുടെ രാജ്യത്തിന് അകത്ത് കടന്നു കയറിയിട്ട് 600-ലധികം പൗരന്മാർ മരണപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ബിൽഡിങ്ങുകൾ തകർത്തിട്ടുണ്ട്, ആണവായുധ കേന്ദ്രത്തിൽ നേരെ സ്ഫോടനം നടത്തി. എന്തിന്? ഞങ്ങൾ അവരെ ആക്രമിച്ചിട്ടൊന്നുമില്ല, തങ്ങളുടെ ടെറിട്ടറി കയറിയിട്ട് മാരകമായിരിക്കുന്ന ആക്രമണം നടത്തി. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും. ഞങ്ങളുടെ തിരിച്ചടിക്കുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പരമാവധി ആയുധ കാര്യങ്ങളൊക്കെ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും കൊറിയയിൽ നിന്നൊക്കെ ഞങ്ങൾ ശേഖരിച്ചിരിക്കുന്നു, സുരക്ഷിത മേഖല എത്തിയിരിക്കുന്നു. 35% മിസൈലുകൾ തകർത്തിട്ടുണ്ട് എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്ന ആ യുദ്ധത്തോടനുബന്ധിച്ച്, അത് ജൂൺ മാസം എനിക്ക് തോന്നുന്ന ഒരു 18-ാം തീയതി 17 അല്ലെ 18-നാണ് അവർ പറയുന്നത്. തങ്ങളത് കംപ്ലീറ്റ് 35% തകർത്തിരിക്കുന്നു, ഉയർത്തിയെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം അവിടെ നടുവൊടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ചില റിപ്പോർട്ടുകൾ അന്ന് പുറത്തു വന്നിരുന്നത്. അന്നത്തെ രാത്രിയാണ് മാരകമായിരിക്കുന്ന തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ ഇസ്രായേൽ മുറിവേറ്റ യുദ്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിരിച്ചടി എന്ന് പറയുന്നത് ജൂൺ മാസം 18-ാം തീയതിയത്തേതാണ്. കംപ്ലീറ്റ് തകർത്തെറിയുന്ന രീതിയിലാണ്. ആശുപത്രിക്ക് നേരെ ആക്രമണം നടന്നു, പ്രതിരോധ സംവിധാനത്തിന് നേരെ, മൊസാദിൻ്റെ മേധാവിയൊക്കെ കൊല്ലപ്പെട്ടത് ആക്രമണത്തോടനുബന്ധിച്ചാണ്. അങ്ങനെ ഈ അവരുടെ ഈ ഇലക്ട്രിസിറ്റി മേഖലയ്ക്ക്, വാട്ടർ ടാങ്ക് മേഖലയ്ക്ക്, സർവ്വ മേഖലയും ആക്രമിച്ചതാണ് 18-ാം തീയതി. കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടു. അതിന് മുൻപ് കുറേ ഉപയോഗശൂന്യമായിരിക്കുന്ന മിസൈൽ പരീക്ഷണം നടത്തിയെന്നാണ്. ഉപയോഗശൂന്യ കാലപ്പയക്കം ചെന്ന ഈ മിസൈലുകൾ ആദ്യഘട്ടത്തിൽ തന്നെ അവർ പറത്തുന്നു. അങ്ങനെ അവർ ഈ പ്രതിരോധ സംവിധാനം എന്ന് പറയുക, അയൺഡോമിൻ്റെ പ്രതിരോധ സംവിധാനം എന്തൊരു സാധനം വന്നാലും അതിന് പ്രതിരോധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ രാജ്യങ്ങൾക്ക് വിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉപയോഗശൂന്യമായിരിക്കുന്നത് പരീക്ഷ നടത്തി. ഇത്തരം പരീക്ഷണമൊക്കെ നടത്തി പരമാവധി പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺഡോമിനെയൊക്കെ ഇല്ലാതാക്കുന്ന രീതി, അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ സംവിധാനം തകർക്കുന്ന രീതിയിൽ അയച്ചുകൊണ്ടേയിരുന്നു. പിന്നീടാണ് അവർ അതിശക്തമായിരിക്കുന്ന അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചത്. അതെല്ലാം ലക്ഷ്യം കണ്ടു, എല്ലാത്തിനും തകർച്ചയുണ്ടായി, വലിയ പൊട്ടിത്തെറികളുണ്ടായി. 40,000-ഓളം ഇസ്രായേലികൾക്ക് വീട് നഷ്ടപ്പെട്ടു. ഇപ്പോഴും കുടിലില്ലാത്ത രീതിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത്. സർക്കാരിനെ സംബന്ധിച്ച് ഞങ്ങളിത് ചെയ്യാനെന്നാണ് സർക്കാർ ചോദിക്കുന്നത്. സാമ്പത്തിക തകർച്ച അവർക്കുണ്ട്. പിന്നെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ബങ്കറിലാണ് പല ഈ പറയപ്പെട്ട അഭയാർത്ഥികളെ പോലെയുള്ള ആളുകളൊക്കെ താമസിക്കുന്നത്. ഓവുചാലിൽ പോലും താമസിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതാണ്. ഇതാണ് അവിടുത്തെ സ്ഥിതികൾ. ഇറാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ലോകം വളരെ ശ്രദ്ധിക്കപ്പെട്ടത്. അവർക്കെതിരെ യുദ്ധം ചെയ്താൽ നമ്മൾക്ക് ജയിക്കാം. യുദ്ധം ചെയ്യുന്നതിനെ പേടിപ്പിക്കുന്ന സംവിധാനമാണ് ഇസ്രായേലും അമേരിക്കയും എല്ലാ കാലത്തും ഒരുക്കിയിരിക്കുന്നത്. അതിനെ അതിജീവിക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ സാധിച്ചത് ലെബനാനാണ്. ലെബനാൻ 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ലെബനാന്റെ കൈവശത്തിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത ഭൂപ്രദേശം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് മാരകമായിരിക്കുന്ന ആക്രമണ പരമ്പര 67 കാലഘട്ടത്തിൽ തന്നെ അവർ ആരംഭിച്ചിട്ടുണ്ട്. പിന്നീട് 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം 65% ഭൂപ്രദേശം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ലെബനാന്. അത് യുദ്ധം കൊണ്ട് മാത്രമാണ്. കരാർ വ്യവസ്ഥ കൊണ്ടോ, UN സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് കൊണ്ടോ, അവരുമായിട്ട് എന്തെങ്കിലും വ്യവസ്ഥാധാരണങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടോ, നയതന്ത്ര ബന്ധത്തിൽ കൂടിയാലോചന നടത്തിയത് കൊണ്ടോ ഒരു കാര്യവുമല്ല. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്താൽ തീർച്ചയായിട്ടും ജയം ഉണ്ടാവും. അതാണ് അന്ന് ലെബനാൻ പറഞ്ഞത്. ലെബനാൻ പറയാൻ സാധിച്ചത് ലെബനാനും ഇറാൻ തമ്മിൽ വലിയ ബന്ധമാണ്. അവരുടെ പ്രോക്സി വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഷിയ മിലീഷ്യകൾ അവിടെ ഉണ്ട്, ഹിസ്ബുള്ള ഗ്രൂപ്പൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം. തീർച്ചയായിട്ടും അവരെ കീഴ്പ്പെടുത്താൻ, മറിച്ചിടാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്.
ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ആയുധ സംവിധാനങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട്, ഒരുക്കൂട്ടിയിട്ടുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ അടുത്ത ദിവസം അന്താരാഷ്ട്ര മീഡിയയിൽ പ്രാധാന്യമായിട്ട് വന്നിരിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇറാൻ അപേക്ഷിച്ച് ഒരു ചെറിയ രാജ്യമാണ്. കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ എളുപ്പത്തിൽ സാധിക്കും. ഇറാനെ തിരിച്ച് ഇസ്രായേൽ ആക്രമിക്കുകയാണ്. ഇറാൻ വിശാലമായിരിക്കുന്ന ഈ മേഖലയിൽ ഏറ്റവും വലിയ രാജ്യമാണ്. അതൊരു തെഹ്റാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം ആക്രമിച്ച് ഇഷ്ടംപോലെ നഗരങ്ങളും പ്രാന്തപ്രദേശങ്ങളും ഗ്രാമീണ മേഖലയൊക്കെ അവിടെ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടില്ല, സാധിക്കുകയില്ല. തിരിച്ച് ഇങ്ങോട്ട് സാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ തെല്ലവീവ് ആളുകൾ തിങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. അതിൻ്റെ ഏത് നഗരം എടുത്ത് കഴിഞ്ഞിട്ടാണേലും അവിടെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥാപനങ്ങളോ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഉണ്ട്. വലിപ്പമില്ലാത്ത രാജ്യം കൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറാനെ സംബന്ധിച്ച് എളുപ്പത്തിൽ സാധിക്കും. ഈ ഒരു വിഷയം ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ കത്തിജ്വലിക്കുന്ന സമയത്ത് ഇസ്രായേൽ ഗവൺമെൻറ് പ്രതിനിധിയോട് ഇക്കാര്യം ചോദിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എന്തോ തയ്യാറെടുപ്പ് നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതിന്. അതിനവർ പറയുന്ന മറുപടി അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, ഞങ്ങളുടെ ഈ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല, ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് ഉണ്ടായത്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അക്രമം ഉണ്ടായിക്കല്ല പ്രതിരോധിക്കാൻ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് അതിനായണ്ടോ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടല്ലോ എന്നാണ് മറുപടി. ആ സംവിധാനം ഇതിനു മുൻപ് തന്നെ ഇറാൻ തകർത്തതല്ലേ എന്ന ചോദ്യത്തിന് അതൊക്കെ നോക്കാം എന്തെങ്കിലും അതായത് ഒഴിഞ്ഞു മാറുന്ന തരത്തിലാണ്. പക്ഷേ ഇതൊരു ഔദ്യോഗിക റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടുമില്ല. ഈ സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയുമായിട്ട് ഒരു ചാനൽ നടത്തിയ അഭിമുഖത്തിൻ്റെ ഭാഗമായിട്ട് ചില പത്രക്കാർ ഈ വിഷയത്തെ എടുത്തു പറയുന്നു എന്ന് മാത്രം. ഔദ്യോഗികമായിരിക്കുന്ന ഒരു മറുപടിയും ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എന്നാൽ ഔദ്യോഗികപരമായിരിക്കുന്ന മറുപടി ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും ഇസ്രായേലിനെ ആക്രമിക്കുക തന്നെ ചെയ്യും. അവർക്കൊരു ധൈര്യം കിട്ടിയിരിക്കുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ തകർച്ച ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അവരുടെ കൈവശത്തിലുള്ള പരമാവധി ആയുധങ്ങൾ ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇറാനെതിരെ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഇസ്രായേലിൻ്റെ യുദ്ധം ഏത് തരത്തിൽ മനസ്സിലാക്കുന്ന സമയത്തും അവിടെ യുദ്ധത്തിനൊരു പ്രത്യേക ശൈലിയുണ്ട്. ആദ്യഘട്ടത്തിൽ അതിരൂക്ഷമായിരിക്കുന്ന ആക്രമണം അവർ നടത്തുക. അത്രേ അവരുടെ കയ്യിലുണ്ടാവും. അവരുടെ കയ്യിലുണ്ടാവുന്ന എല്ലാ ആയുധങ്ങളും സംവിധാനങ്ങളും ബുദ്ധികളും എല്ലാം ഒറ്റ സമയത്ത് ഫസ്റ്റിലത്തെ ആക്രമണത്തിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഈസ് എ ബെസ്റ്റ് അറ്റംപ്റ്റ് എന്നാണ് അവർ പറയുന്നത് തന്നെ. അതിലായിട്ട് ഉപയോഗിക്കും. അങ്ങനെ സമയത്ത് എതിർപക്ഷം തരുത്തു പോകും, ഞെട്ടിപ്പോവും, തിരിച്ചടിക്കാൻ പറ്റാത്ത വിധമായി പോകും. കാര്യം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഇതിലും മാരകമായിരിക്കുന്നതാണ് എന്ന് വിചാരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ സംഗതി ഒന്നും ഉണ്ടാവില്ല. അവർ 1967 അത് പ്രയോഗിച്ചിട്ടുണ്ട്. 100-ലധികം യുദ്ധവിമാനങ്ങൾ ഒരേ സമയത്ത് റഡാറിൽ പോലും പിടിക്കാത്ത രീതിയിൽ താഴ്ന്നു പറന്നുകൊണ്ട് ഈജിപ്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആക്രമണം നടത്തി. ആ സമയത്ത് ടാങ്കിലോ യുദ്ധ സംവിധാനത്തിലോ യുദ്ധവിമാനങ്ങളിലോ കവചിത വാഹനങ്ങളിലോ സൈനികരില്ലായിരുന്നു. പ്രഭാത ഭക്ഷണ സമയമാണ്. യുദ്ധം തുടങ്ങേണ്ടത് 10 മണി 11 മണി സമയത്ത്. അവർ ആക്രമണം നടത്തിയത് 7 മണി 8 മണി സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഒറ്റ അവിടെ നടന്നിട്ടുണ്ട്. അമേരിക്കയും ഫ്രാൻസുമാണ് ഒറ്റ കൊടുത്തതെന്ന് പറയുന്നു. നിങ്ങൾ ഈ സമയത്ത് ആക്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല അതിൻ്റെ മറ്റൊരു മറുവശം പറയുന്നത് പരമാവധി ഇസ്രായേലിൻ്റെ വിമാനങ്ങളൊക്കെ ഈ പ്രയോഗിച്ചത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർവീസും ചെയ്ത അമേരിക്കയുടെ ആളുകളാണ് എന്നും പിന്നീടുള്ള റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. പൈലറ്റുമാർ കൂടുതലും അമേരിക്കയുടെ തന്നെയായിരുന്നു. വിമാനം അമേരിക്കയുടേതാണോ ഇസ്രായേലിൻ്റെതാണോ എന്ന് പോലും കൃത്യമാവാത്ത തരത്തിലാണ്. കാരണം കൂടുതൽ യുദ്ധവിമാനങ്ങളാണ് വന്നത്. ഒറ്റ സമയത്തുള്ള ആക്രമണത്തിൽ യഥാർത്ഥത്തിൽ അറബ് ലോകം ഞെട്ടിപ്പോയി, തരുത്തുപോയി. അവർ തോറ്റു എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന രീതിയാണ് പിന്നീട് ഉണ്ടായത്. ലെബനാനിലേക്ക് ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഇതേ തന്ത്രമാണ് ഇസ്രായേൽ പ്രയോഗിച്ചത്. ഒറ്റക്കൊരേ സമയത്ത് ആദ്യഘട്ടത്തിൽ അവിടെ ഒരു സംഭവം ഉണ്ടാക്കി. അത് പേജർ അക്രമം, 32ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. ആ പേജർ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കാൻ അതിൻ്റെ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. 2000-ലധികം ആളുകൾക്ക് പരിക്കേറ്റ വിവരമാണ്. നഗരപ്രാന്ത പ്രദേശത്തിൽ ഇതിങ്ങനെ പൊട്ടിത്തെറിച്ച് ആളുകൾ മരിക്കുകയും വലിയ രീതിയിൽ പരിക്കേൽക്കുന്ന സമയത്ത് ആൾക്ക് വല്ലാത്ത രീതിയിൽ വെപ്രാളമായിപ്പോയി. ഇലക്ട്രോണിക് ഡിവൈസുകൾ, ഇലക്ട്രോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് പേടിയായിപ്പോയി, മൊബൈൽ പോലും. അങ്ങനത്തെ ഒരു സുപ്രഭാതം തരുത്ത് നിൽക്കുന്ന സമയത്താണ് എന്തുണ്ടാകുന്നത്? ലെബനാന് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ പോലും പ്രയോഗിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ തലവൻ ഹസൻ നസറുള്ള അടക്കമുള്ള സൈനിക മേധാവികൾ ഏകദേശം 20ഓളം ആളുണ്ട് എന്നാണ് പറയുന്നത്. അത്രയും ആളുകളെ കൊല്ലപ്പെടാൻ വേണ്ടിയിട്ട് സാധിച്ച ആക്രമണമാണ്. എന്നാൽ സ്ഫോടനത്തിനല്ല കൊല്ലപ്പെട്ടത്, പകരം അവർ ഒരു കെമിക്കൽ പുക അങ്ങോട്ട് സൃഷ്ടിച്ചിരുന്നു. അതിൽ ശ്വാസം മുട്ടാണ് മരിച്ചതെന്ന റിപ്പോർട്ടും പറയുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ വേറൊരു മിസൈൽ മാത്രമല്ല, മിസൈലിനോടൊപ്പം വലിയ രീതിയിലുള്ള ശ്വാസം മുട്ട തരത്തിലുള്ള പുകപടലങ്ങൾ അവർ വിതറും. അതൊരു വിഷദ്രാവകം പോലെയുള്ളതാണ്. അത് ശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നീട് നിൽക്കാൻ വേണ്ടി ഞാൻ സത്യത്തിൽ തളർന്നു വീണു, പിന്നെ മരിച്ചു പോരാണ്ടാണ്. അത് പ്രയോഗിച്ചിട്ടാണ്, അത് ശ്വസിച്ചിട്ടാണ് മരിച്ചത് എന്ന് ഈ ലെബനാനിൻ്റെ ചില പത്രങ്ങളൊക്കെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്.
ഇസ്രായേലിനെ തകർക്കും എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സംവിധാന കാര്യങ്ങൾ അവർ സ്വരൂപിച്ചിട്ടുണ്ട്. അവർ ഏത് തരത്തിലാണ് ഇത് ആക്രമിക്കുക? കാരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിന് ഉപയോഗിക്കുന്ന എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങളും ഇറാൻ ചോർത്തിയെടുത്തിട്ടുണ്ട്. അവരുടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ പ്രധാനമായിരിക്കുന്ന മേഖലയെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു ധാരണ ഇറാൻ്റെ കൈവശത്തിലുണ്ട്. അപ്പോൾ അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും അവർ ആക്രമിക്കുമ്പോൾ അതിനെ വല്ലാതൊന്നും പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കില്ല. മാത്രമല്ല, ഇസ്രായേൽ തിരിച്ച് ആക്രമിക്കണമെങ്കിൽ 2000 കിലോമീറ്റർ ദൂരപരിധി നിന്ന് പോകണം. അത് എല്ലാ രാജ്യങ്ങളും സമ്മതിക്കുമോ എന്ന കാര്യത്തിലൊക്കെ കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇറാൻ തിരിച്ചിങ്ങോട്ട് ആക്രമിക്കുന്ന സമയത്ത് അറബ് രാജ്യങ്ങൾ, ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങൾ വല്ലാതൊന്നും പ്രതികരിക്കുകയില്ല. പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ രീതിക്കൊക്കെ മാറ്റം വരും എന്നുള്ളതും പൊതുവായിരിക്കുന്ന ഒരു ശത്രുവാണ് ഇസ്രായേൽ എന്നുള്ളിടത്തേക്ക് മുസ്ലിം അറബ് രാജ്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നതിനാൽ ഇതൊക്കെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള മുതൽക്കൂട്ടാണ് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ്.